ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സീരീസിൽ ഇത്തവണത്തെ പ്രിലിംസിന് പ്രതീക്ഷിക്കേണ്ട ഒരു ന്യൂ ടോപ്പിക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ആ ന്യൂസിലേക്ക് ഒന്ന് പോകാം. അപ്പം ന്യൂസിൽ നിന്നാണ് നമ്മളതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അപ്പം ന്യൂസ് ഇതായിരുന്നു: ദ ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര ഹാസ് റീച്ച്ഡ് എ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ദ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഇൻ ലണ്ടൻ ടു ബ്രിങ് ബാക്ക് എ ഹിസ്റ്റോറിക് വെപ്പൺ നോൺ ആസ് ദ വാഗ്നാക്ക്. അപ്പോൾ വാഗ്നാക്ക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് വെപ്പൺ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയവുമായിട്ട് ഒരു MOU സൈൻ ചെയ്തു എന്നുള്ളതായിരുന്നു ന്യൂസ്. അപ്പോൾ ഇവിടെ ഈ വാഗ്നാക്ക് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ വെപ്പൺ ഇമ്പോർട്ടൻ്റ് ആകുന്നു. കാരണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ മുഗൾ പീരീഡിൽ മുഗൾ സാമ്രാജ്യത്തിന് ശക്തമായിട്ടുള്ള ഒരു ഒപ്പോണൻ്റായിട്ട് വളർന്നു വന്ന ഛത്രപതി ശിവജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശിവജിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ വെപ്പണാണ് ഈ വാഗ്നാക്ക് എന്ന് പറയുക. അപ്പോൾ എന്താണ് വാഗ്നാക്ക് എന്നും അതിൻ്റെ ഹിസ്റ്ററിയും ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദ വാഗ്നാക്ക് മീനിങ് ടൈഗർ ക്ലോസ്, അതായത് നമ്മൾ പുലി നഖം എന്ന് പറയുമല്ലോ, പുലിയുടെ നഖങ്ങൾ അല്ലെങ്കിൽ കടുവയുടെ നഖങ്ങൾ. നമ്മൾ പൊതുവെ പുലി നഖം എന്നാണ് പറയുക, കടുവയുടെ നഖങ്ങൾ. അപ്പോൾ ഈ വാഗ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയുടെ നഖങ്ങൾ എന്നാണ് അർത്ഥം. ഇതിലൊരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കടുവയുടെ നഖം കൊണ്ടല്ല ഇത് ഉണ്ടാക്കുന്നത്, ഇത് മെറ്റലാണ്. is a medieval claw-like dagger used across the Indian subcontinent. It features curved blades and was employed for personal defense or stealth attacks. അപ്പോൾ കടുവയുടെ നഖങ്ങൾ പോലെ തോന്നുന്ന ഒരു വെപ്പണാണ് മിഡീവൽ ടൈമിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ യൂസ് ചെയ്തിരുന്ന ഒരു വെപ്പണാണ് ഈ വാഗ്നാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ബ്ലേഡിലേക്ക് അല്ലെങ്കിൽ ഈ കടുവയുടെ നഖങ്ങൾ പോലെയുള്ള മെറ്റാലിക് ആയിട്ടുള്ള നഖങ്ങളാണ് ഇതിലുള്ളത്. ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടും സ്റ്റെൽത്ത് അറ്റാക്സ്, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കൗണ്ടർ അറ്റാക്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിഡീവൽ വെപ്പൺ ആയിരുന്നു എന്ത്, ഈ വാഗ്നാക്ക് എന്ന് പറയുന്ന വെപ്പൺ എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്: ദ മോസ്റ്റ് ഫേമസ് യൂസ് ഓഫ് ദ വാഗ്നാക്ക് ഇൻ ഹിസ്റ്ററി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കില്ലിംഗ് ഓഫ് അഫ്സൽ ഖാൻ ബൈ ഛത്രപതി ശിവജി. അപ്പൊ ഛത്രപതി ശിവജി മിഡീവൽ പീരീഡിൽ അഫ്സൽ ഖാനെ ഈ പറയുന്ന വാഗ്നാക്ക് ഉപയോഗിച്ച്, ടൈഗർ ക്ലോ ഉപയോഗിച്ച് കൊന്നു എന്നാണ് പറയപ്പെടുക. അപ്പൊ അതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ വാഗ്നാക്ക് എന്ന് പറയുന്ന വെപ്പൺ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ വെപ്പൺ ആണെന്ന് പറഞ്ഞത്, ഒരു ഹിസ്റ്റോറിക്കൽ വെപ്പണായി മാറിയത് ഈ ശിവജി ഈ വാഗ്നാക്ക് ഉപയോഗിച്ച് അഫ്സൽ ഖാനെ കൊന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ, അഫ്സൽ ഖാൻ, എ ജനറൽ ഓഫ് ബിജാപൂർസ് ആദിൽ ഷാഹി സുൽത്താനേറ്റ്, വാസ് സെന്റ് ടു സബ്ഡ്യൂ ശിവജി. അതായത് മിഡീവൽ പീരീഡിൽ, പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഔറംഗസീബിന്റെ നിർദ്ദേശപ്രകാരമാണ് ബിജാപൂരിലെ ആദിൽ ഷാഹി സുൽത്താൻ അദ്ദേഹത്തിന്റെ ജനറൽ ആയിരുന്ന അഫ്സൽ ഖാനെ ശിവജിയെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചത്. കാരണം ആ സമയത്ത് ശിവജി എന്ന് പറയുന്നത് മറാത്ത്വാഡ റീജിയനിലെ ഒരു എമർജിങ് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. അതായത് മുഗൾ എംപയറിന് ത്രട്ടായിട്ട് പാരലി വലിയൊരു സാമ്രാജ്യം, ഒരു ഹിന്ദു സാമ്രാജ്യം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശിവജിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശിവജിയുടെ ആക്ടിവിറ്റികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ബിജാപൂരിലെ ആദിൽ ഷാഹി സുൽത്താനുമായിട്ട് ചേർന്ന് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ചില പ്ലാനുകൾ തയ്യാറാക്കി. അങ്ങനെ ശിവജി ഒതുക്കാൻ വേണ്ടിയിട്ട് ആദിൽ ഷാഹി സുൽത്താനേറ്റിൽ നിന്ന്, ബിജാപൂർ കിങ്ഡത്തിലെ ആദിൽ ഷാഹി സുൽത്താനേറ്റിൽ നിന്ന് അഫ്സൽ ഖാൻ വരികയാണ്. അങ്ങനെ അഫ്സൽ ഖാനും ശിവജിയും തമ്മിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ്. ആക്ച്വലി ശിവജിയെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അഫ്സൽ ഖാനെ പറഞ്ഞു വിടുന്നത്, ശിവജിയെ ആ മീറ്റിങ്ങിനിടയ്ക്ക് കൊല്ലുക, ഇതായിരുന്നു ഉദ്ദേശം. ഇൻ എ ട്രെച്ചറസ് മീറ്റിംഗ്, ശിവജി യൂസ്ഡ് ദ കൺസീൽഡ് വാഗ്നാക്ക് ടു ഡിഫെൻഡ് ഹിംസെൽഫ് വെൻ അഫ്സൽ ഖാൻ അറ്റംപ്റ്റഡ് ടു സ്റ്റാബ് ഹിം. അഫ്സൽ ഖാൻ വാസ് ഫേറ്റലി വൂണ്ടഡ് ആൻഡ് ശിവജീസ് ആർമി എമർജഡ് വിക്ടോറിയസ്. അപ്പൊ അവിടെ ശിവജിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അഫ്സൽ ഖാൻ അനുനയത്തിൽ ശിവജി ഒരു മീറ്റിംഗിന് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ശിവജിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ശിവജി ഈ വാഗ്നാക്ക് ഉപയോഗിച്ച്, കാരണം അഫ്സൽ ഖാൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസിൽ ശിവജിയേക്കാൾ വളരെ വലിയ സൈസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു.
അപ്പോൾ അത്രയും വലിയ കരുത്തനായ ഒരു മനുഷ്യനെ ശിവജി തൻ്റെ ഈ വാഗ്നാക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുക. അതാണ് ഹിസ്റ്ററിയിൽ പറയുന്ന കാര്യം. അങ്ങനെയാണ് ഈ വാഗ്നാക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഡീവൽ വെപ്പണായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി ഈ ശിവജി ഉപയോഗിച്ച വാഗ്നാക്ക് ഈ ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, ദ വാഗ്നാക്ക് വാസ് ബ്രോട്ട് ടു ബ്രിട്ടൻ ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ജെയിംസ് ഗ്രാൻഡ് ഡഫ് ഹു സെർവ്ഡ് ആസ് ദ കമ്പനി റെസിഡന്റ് ഇൻ ദ സത്താര സ്റ്റേറ്റ്. അപ്പോൾ സത്താര സ്റ്റേറ്റിലെ കമ്പനിയുടെ റെസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ജെയിംസ് ഗ്രാൻഡ് ഡഫ് എന്ന് പറയുന്ന ഓഫീസറാണ് ഈ ശിവജി ഉപയോഗിച്ച വാഗ്നാക്ക് ലണ്ടനിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കയ്യിലേക്ക് എത്തിച്ചത്. ഇന്നത് ലണ്ടനിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പം അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു MOU ആണ് മഹാരാഷ്ട്ര ഗവൺമെന്റും ഈ ലണ്ടൻ മ്യൂസിയവുമായിട്ട് എഗ്രിമെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ പ്രിലിംസിൽ നമുക്ക് ഈ ശിവജിയുടെ ഹിസ്റ്ററിയും അഫ്സൽ ഖാന്റെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ വാഗ്നാക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.